അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വളരെയധികം പേര് ഒരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണ്. ഈ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്റ്റേറ്റ് നമുക്കറിയാം, 1957 ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ബാലറ്റ് പേപ്പറിൽ കൂടി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന അന്നാണ് നമ്മൾ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആരും വോട്ട് ചെയ്തവരുണ്ടാന്ന് എനിക്ക് അറിയില്ല. ആ സമയത്താണ് ബാലറ്റ് പേപ്പറാണ് അന്ന്. ഇന്ന് നമ്മളൊക്കെ ഇലക്ട്രോണിക് മെഷീനിലാണ്. ആ സമയത്ത് EMS എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുവിധമുള്ളവർക്കൊക്കെ അറിയാം, കൊച്ചു കുട്ടികൾക്കും അറിയാം. EMS മുഖ്യമന്ത്രിയായി വന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും SBI ലൈഫും സംയുക്തമായി സംഘടിപ്പിച്ച തൊഴിൽമേള ശ്രദ്ധേയമായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും SBI ലൈഫിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. തൊഴിൽമേളയിൽ 100-ലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു, സെക്രട്ടറി അൻസാർ അഹമ്മദ് KA എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. SBI ലൈഫിനെ പ്രതിനിധീകരിച്ച് ഡെപ്യൂട്ടി റീജിയണൽ മാനേജർ സതീഷ് TD, ഡിവിഷണൽ മാനേജർ അനീഷ് CI, ബിസിനസ് മാനേജർ ബിനീഷ് C, സീനിയർ ഏജൻസി മാനേജർ ചിത്ര, ഡെവലപ്മെന്റ് മാനേജർ മേഘന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൊഴിൽ നേടുന്നവർക്ക് മികച്ച തൊഴിൽ അവസരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അഭിമുഖത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. സാധാരണ ഒരു തൊഴിൽമേള നമ്മുടെ പ്രാദേശിക തലത്തിൽ നടത്തുമ്പോൾ മറ്റു പല ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുക, ശരിയല്ലേ? എന്നാൽ ഈ ഒരു തൊഴിൽമേളയിൽ ആര് മാത്രമേ ഉള്ളൂ? SBI എന്ന് പറഞ്ഞ ഒറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഈ പ്രാദേശിക തൊഴിൽമേളയുടെ പരമപ്രധാനമായ ഉദ്ദേശം തന്നെ ഗവൺമെന്റിന്റെ പൊതുനയമാണ് പ്രാദേശിക തലത്തിൽ പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. You are watching VCV News.